ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കണ്ണൂരുകാർ രാവിലെ ചായയുടെ കൂടെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ണൂരിലെ മിക്ക വീടുകളിലും ഇങ്ങനെയുള്ള സ്നാക്കുകളാണ് ഉണ്ടാവുക. ഇതിനൊരു പ്രത്യേക പേരും കണ്ണൂരുകാർ കൊടുത്തിട്ടുണ്ട്. മിക്ക വീടുകളിലും പുതിയാപ്പിളമാരുള്ള വീടുകളിലായിരിക്കും ഇങ്ങനെയുള്ള സ്നാക്കുകൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. പുതിയാപ്പിളമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പഴം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ സ്നാക്കുകളൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ സ്നാക്കുകളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴം തന്നെയാണ്. പഴവും എഗ്ഗും ബ്രെഡും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്കുകളൊക്കെ തയ്യാറാക്കിയെടുക്കുക. പക്ഷെ ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നില്ല. കാരണം വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടിപ്പോവും. അത് കാരണം പഴം വെച്ചിട്ടുള്ള 4 തരം സ്നാക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് പുതിയാപ്പിളമാരാരാണെന്ന് നോക്കാം. കണ്ണൂരുകാർക്ക് അറിയായിരിക്കും പുതിയാപ്പിളമാരെന്ന് ആരെയാണ് വിളിക്കുന്നതെന്ന്. കണ്ണൂരിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരെയാണ് പുതിയാപ്പിളമാരെന്ന് കണ്ണൂരുകാർ വിളിക്കുന്നത്. അതൊരു പ്രത്യേക സ്ലാങ്ങിലാണ് കണ്ണൂരുകാർ വിളിക്കുക. പുതിയാപ്പിള എന്നല്ല, പിയാപ്പിള എന്നാണ് വിളിക്കുക. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പുതിയാപ്പിള എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്നാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് പഴം വിളയിച്ചതാണ്. പഴം വിളയിച്ചതിനും പ്രത്യേക സ്ലാങ്ങിലാണ് നമ്മൾ പറയുന്നത്. കായ് വിളയിച്ചത്, പഴത്തിന് കായ് എന്നാണ് കണ്ണൂരുകാർ പറയുന്നത്. ഇപ്പോഴുള്ള ന്യൂ ജനറേഷനൊക്കെ പഴം എന്നാക്കിയിട്ടുണ്ട്. എങ്കിലും പണ്ടേ ഉള്ള ഭാഷ കായ് എന്നാണ്. കായ് വിളയിച്ചത്, കായ് വാട്ടിയത്, കായ് പൊരിച്ചത് ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് കായ് വിളയിച്ചതാണ്. ഇത് തന്നെ നമ്മൾ 2 വിധത്തിൽ തയ്യാറാക്കാറുണ്ട്. രണ്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 2 പഴം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ വരെ ഗീ ഒഴിച്ചു കൊടുക്കണം. മെയിനായിട്ട് നമ്മൾ ഗീയിൽ തന്നെയാണ് ഈ സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോഴായിരിക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏകദേശം ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും വേണ്ട. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ, ചായ തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ കടിയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ എഗ്ഗ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ പഴവുമായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു രീതിയിലുള്ള കായ് വിളയിച്ചത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ചായയുടെ കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. പഴം കൊണ്ട് എന്നും ഒരുപോലെയുള്ള സ്നാക്കുകളെല്ലാം ഉണ്ടാക്കുക. ഓരോ വിധത്തിലാണ് ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുക. എന്നാലും പഴം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കുന്നതും കായ് വിളയിച്ചത് തന്നെയാണ്. മറ്റൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 പഴം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പഴുപ്പെത്താത്തതാണെങ്കിൽ ആ പഴം വാട്ടിയതിനും പഴം വിളയിച്ചതിനൊന്നും അത്രക്കങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പഴത്തിന് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഷുഗർ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു തേങ്ങാപ്പണ്ടം തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കായടക്കൊക്കെ തേങ്ങാപ്പണ്ടം തയ്യാറാക്കുമല്ലോ, അതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ കൂടെ ഇപ്പോഴൊക്കെ ചിലർ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. പഴവും പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ടാണ് കായ് വിളയിച്ചത് തയ്യാറാക്കുന്നത്. അപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. തേങ്ങ ചേർത്തതായാലും അതുപോലെ എഗ്ഗ് ചേർത്തതായാലും 2 കായ് വിളയിച്ചതും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. മൂന്നാമത്തത് കായ് വാട്ടിയതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് രണ്ടും കായ് വിളയിച്ചതാണ്. ഇത് കായ് വാട്ടിയത്. കണ്ണൂരുകാർക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, കാരണം അവർക്ക് പരിചയമുള്ളതാണല്ലോ. രാവിലെ തന്നെ എന്താ ചായക്ക് കടിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയും കായ് വാട്ടിക്കോ ഇല്ലെങ്കിൽ കായ് വിളയിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ അത് കണ്ണൂരുകാർക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് പഴം കട്ട് ചെയ്യുന്നത്, ഈ കായ് വാട്ടിയതിന് നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കണ്ടോ, ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഒരു പാനിലോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗീ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വരെ ഗീ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ശേഷം ഇതിലോട്ട് പഴത്തിൻ്റെ ഓരോ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതും തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിവശം ബ്രൗൺ കളറാവും. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അടിവശം കുക്കായി കിട്ടും. ഏകദേശം ഒരു 15-20 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതുപോലെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടിവശവും ഒരു 10-20 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കിതും പ്ലേറ്റിലോട്ട് മാറ്റാം. കായ് വിളയിച്ചതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ കായ് വാട്ടിയതാണ്. കായ് വാട്ടിയതെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നെയ്യും അതുപോലെ മുകളിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ചൂടോടുകൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ ഈ പഞ്ചസാരയും മെൽട്ടായി നെയ്യുടെ കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം പാനിൽ ബാക്കിയുള്ള നെയ്യ് ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് 1 ടീസ്പൂൺ വരെ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഷുഗറൊക്കെ മെൽട്ടായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പഴത്തിനുണ്ടാവുക. അങ്ങനെ നമ്മുടെ കായ് വാട്ടിയതും തയ്യാറായിട്ടുണ്ട്. ഇനി നാലാമത്തെ രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നാലാമത്തെ രീതി നമ്മൾ കായ്പോള എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കായ്പോളയാണ്. കായ്പോളയല്ല, ബനാന കേക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പഴം ഇതുപോലെ 4 സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം.
ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ എഗ്ഗ് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും. നമ്മൾ കായ്പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേ ടൈമൊന്നും ഇതിനാവശ്യമില്ല. നല്ല ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഈ പോള തയ്യാറാക്കുന്നത്. നന്നായിട്ട് വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇതിലോട്ട് അല്പം ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ എഗ്ഗിലോട്ടും ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടുന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2-3 ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും പഴവും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പഴം നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റൈസിൻസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കുന്നില്ല. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അല്പം റൈസിൻസ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അടിയിൽ പഴമാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് റൈസിൻസ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കണം. അടിവശം നന്നായിട്ട് കുക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ നമ്മൾ മറ്റൊരു പാനിലോട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോളയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അതുപോലെ വെരി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ 4ാമത്തെ പഴം വെച്ചിട്ടുള്ള സ്നാക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കായ് വാട്ടിയതും കായ് വിളയിച്ചതും അതുപോലെ കായ്പോളയും ഒക്കെ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ കണ്ണൂരിലെ പുതിയാപ്പള സ്പെഷ്യൽ സ്നാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. പുതുപുത്തൻ റംസാൻ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല വെറൈറ്റി വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.